നമസ്കാരം. യുഎഇയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം യുഎഇ ഗവൺമെന്റ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വന്ന യുഎഇയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതായത് പൊതു സ്വകാര്യ മേഖലയിലെ അവധികൾ ഏകീകരിച്ചിരിക്കുന്നു എന്നാണ് യുഎഇ ഗവൺമെന്റ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ പൊതു അവധികൾ അത് സ്വകാര്യ മേഖലയ്ക്കും ഗവൺമെന്റ് സർവീസുകളിലും കിട്ടുന്ന അവധികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് 2 ദിവസം അവധി ലഭിക്കുമ്പോൾ പൊതുമേഖലയ്ക്ക് അത് ചിലപ്പോൾ 3 ദിവസമാകും, ചിലപ്പോൾ 4 ദിവസമാകും. അതായത് വരുന്ന പൊതു അവധികൾ ഏതിനാണോ, ഈദുൽ അദ, ഈദുൽ ഫിത്തറിനൊക്കെയാണോ നൽകാറ്, അപ്പോൾ അതിന്റെ പ്രത്യേകത അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് അവധികളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് യുഎഇ ഗവൺമെന്റ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അവർ പറയുന്നത്, നമുക്കറിയാം, ഏറെ ആകാംക്ഷയോടെ ദുബായ് കാത്തിരിക്കുകയാണ് 2020 വേണ്ടി. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. 2019-2020 മന്ത്രിസഭാ യോഗ തീരുമാനം, ഈ വർഷത്തിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അവർ അതിൽ പറയുന്നുണ്ട്, ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: അച്ചീവിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ദ 2 സെക്ടേഴ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ദി നാഷണൽ എക്കണോമി എന്നുള്ളതാണ് ട്വീറ്റിൽ യുഎഇ ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. യുഎഇ ഗവൺമെന്റ് അപ്രൂവ്സ് നാഷണൽ ഹോളിഡേ ഫോർ 2019-2020 പ്രൈവറ്റ് സെക്ടർ ടു എൻജോയ് ഈക്വൽ ഹോളിഡേയ്സ് ആസ് ദി പബ്ലിക് സെക്ടർ എന്നുകൂടി പറയുന്നുണ്ട്. ഡിസംബർ 1, അതായത് 2020 ഡിസംബർ 1 ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്, അതിന് അവധി ലഭിക്കും. റമദാൻ, ഈദുൽ ഫിത്തറിന്, ഈദുൽ ആദയ്ക്ക് അവധി ലഭിക്കും. ഹിജ്രി ന്യൂ ഇയർ, കൊമമറേഷൻ ഡേ, നാഷണൽ ഡേ, ഇതിനൊക്കെ പൊതു അവധിയാണ്. അപ്പോൾ ഇനി മുതൽ 2019-2020 പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ലഭിക്കുന്ന അവധികളുടെ എണ്ണം തുല്യമായിരിക്കും എന്ന് യുഎഇ ഗവൺമെന്റ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കുന്നു. നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച വാർത്തകളും കാണാൻ ആഗ്രഹിച്ച വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തും. ജസുദ സഞ്ജിത്ത്, സൈനിങ് ഓഫ് ഫ്രം ജെസ്സി ടോക്സ്.